ഹായ് കുട്ടീസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം വളരെ പ്രശസ്തമായ ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റാണ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്നത്. എന്താണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് കാരണമായത് എന്നൊക്കെ നമുക്കിന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് ഈ തന്നേക്കുന്ന സ്ലോഗൻ, ദാറ്റ് ഈസ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. അതായത് പ്രാതിനിധ്യമില്ലാണ്ട് നികുതി നൽകില്ല. ഇതാരായിരിക്കും പറഞ്ഞത്? ഡെഫിനറ്റ്ലി അമേരിക്കൻ പീപ്പിൾ ആയിരിക്കും. നമ്മൾ ഇപ്പോൾ ഒത്തിരി അധികം നികുതി നമ്മുടെ ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ വെൽഫെയറിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ടാക്സ് ഒക്കെ ഉപയോഗിച്ച്. അല്ലാത്തൊരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മൾക്ക് നമ്മുടെ ഗവൺമെൻറ്റിനെ ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല. നമുക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ളൊരു വ്യക്തി, ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള റൂളർ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് നമ്മുടെ കൺട്രോളൊക്കെ ഏറ്റെടുത്ത് ഭരിക്കുകയാണ്. ഒരു വെൽഫെയർ പോളിസി നമുക്ക് വേണ്ടി ചെയ്യില്ല. പക്ഷേ നമ്മൾ ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് അയാൾക്ക് നികുതിയായിട്ട് നൽകണം എന്ന് പറഞ്ഞാൽ നമ്മളത് എതിർക്കില്ലേ? ഇത് തന്നെയാണ് ഒരു തരത്തിൽ അമേരിക്കൻ കോളനീസിലും നടന്നത്. അപ്പോൾ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്ലോഗൻ അത് 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് വളരെയേറെ ഊർജം നൽകിയ ഒരു സ്ലോഗനാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ് ആണ് ഈ ഒരു സ്ലോഗൻ ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ കോമൺ പീപ്പിൾ ഈ ഒരു മുദ്രാവാക്യം ഉപയോഗിച്ചാണ്, അതായത് അവരുടെ ഈ ഒരു മുദ്രാവാക്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ ഓരോ സമര മുറകളും രീതികളും ഒക്കെ പിന്നീട് ഡെവലപ്പായത്. അപ്പോൾ ഈ സ്ലോഗൻ അമേരിക്കയിലെ കോമൺ പീപ്പിള് റേസ് ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വളരെ അവരുടെ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു അജിറ്റേഷൻ കാരണമായിരുന്നു. ആർക്കെതിരെയാണ് നമുക്ക് നോക്കാം. അതായത് 16-ാം നൂറ്റാണ്ടിൻ്റെ പകുതി, 16th സെഞ്ച്വറിയുടെ പകുതി തൊട്ട് തന്നെ യൂറോപ്യൻസ് അവരുടെ സ്ഥലത്ത് നിന്ന് നോർത്ത് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചുമ്മാതൊന്നുമല്ല, അവർക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അവരുടെ മേജർ എയിം എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലുള്ള സമ്പന്നമായ റിസോഴ്സസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ്. അതായത് ഇവർക്ക് പല ഇൻഡസ്ട്രീസും, അവരുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞതോടുകൂടെ യൂറോപ്പിൽ പല ഇൻഡസ്ട്രീസും ഡെവലപ്പായി വന്നു. അപ്പോൾ അതിനൊക്കെ റോ മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമാണ്, അസംസ്കൃത വസ്തുക്കൾ. അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന നല്ലൊരിടമായിട്ട് അവർ നോർത്ത് അമേരിക്കയെ കണ്ടു. അതിനുവേണ്ടി അവർ നോർത്ത് അമേരിക്കയിലേക്ക് കൂട്ടമായി വരാൻ തുടങ്ങി. ഒരു 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയൊക്കെ ആയപ്പോൾ, എപ്പോഴാണ് തുടങ്ങിയത്? 16-ാം നൂറ്റാണ്ട് തൊട്ട് തുടങ്ങിയതാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയൊക്കെ ആയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ഇംഗ്ലണ്ട് 13 കോളനീസ് നോർത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്കയിൽ ഉണ്ടാക്കി. അപ്പോൾ ഈ 13 കോളനീസാണ് ഈ ഒരു ഫിഗർ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. ദ 13 കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക. ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. കാരണം ഇപ്പോഴും ഈ പേരുകൾ നമ്മൾ വളരെ സജീവമായിട്ട് കേൾക്കുന്നവയാണ്. ഏതൊക്കെയാ? ജോർജിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, വിർജീനിയ, മേരിലാൻഡ്, ഡെലാവെയർ, ന്യൂ ജേഴ്സി, കണക്റ്റിക്കട്ട്, റോഡ് ഐലൻഡ്, മസാച്യുസെറ്റ്സ്, ന്യൂ ഹെമിസ്ഫിയർ, ന്യൂയോർക്ക്, പെൻസിൽവാനിയ. ഓക്കെ, ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അമേരിക്കയിലേക്കുള്ള യൂറോപ്യൻസിൻ്റെ മൈഗ്രേഷൻ. ക്രിസ്റ്റഫർ കൊളംബസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു സെയിലറായിരുന്നു. അദ്ദേഹം 1492 നോർത്ത് അമേരിക്കയിലേക്ക് വന്നു. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ എത്തിയ സ്ഥലം അദ്ദേഹം ഇന്ത്യയാണെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് അദ്ദേഹം അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള അവിടെ തന്നെയുള്ള സാധാരണ അവിടെ ജീവിച്ചിരുന്ന ആൾക്കാരെയല്ലേ, ഇൻഡിജിനസ് പീപ്പിളിനെ ഇന്ത്യൻസ് എന്ന് വിളിച്ചു. പക്ഷെ അദ്ദേഹം വിചാരിച്ചത്, അദ്ദേഹം കണ്ട വ്യക്തികൾ നോർത്ത് അമേരിക്കയിലുള്ള ആൾക്കാരെന്നല്ല, ഇന്ത്യൻസ് എന്നാണ് വിചാരിച്ചത്. ലേറ്റർ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഇന്ത്യയിലല്ല എത്തിച്ചേർന്നതെന്ന്. പിന്നീട് ആദ്യം ഇന്ത്യൻസ് എന്ന് വിളിച്ചത് കൊണ്ട് ഇവർക്ക്
റെഡ് ഇന്ത്യൻസ് എന്നുള്ള പേര് വന്നു. ശരിക്കും പറഞ്ഞാൽ നോർത്ത് അമേരിക്കയിലെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് റെഡ് ഇന്ത്യൻസ്. പിന്നെ എങ്ങനെയാണ് അമേരിക്കയിൽ കോളനീസ് സ്റ്റാർട്ട് ആവാൻ തുടങ്ങിയത്? ഇംഗ്ലണ്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ഇംഗ്ലണ്ടിൽ തന്നെ താമസിച്ചിരുന്ന കുറേ അധികം ആൾക്കാരെ റിലീജിയസ് പെർസിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. റിലീജിയസ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മതപീഡനം. അപ്പോൾ ഈ രാജാവിൻ്റെ മതപീഡനം സഹിക്കാൻ കഴിയാണ്ട് ഒരു ഷിപ്പ്, ആ ഷിപ്പിൻ്റെ പേര് മേഫ്ലവർ എന്നാണ്. ആ ഷിപ്പിൽ കുറേ അധികം ആൾക്കാർ ഇംഗ്ലണ്ടിൽ നിന്ന് നോർത്ത് അമേരിക്കയിലേക്ക് പലായനം ചെയ്തെത്തി. അപ്പം ഇവരാണ് ആദ്യമായി വന്ന് നോർത്ത് അമേരിക്കയിലേക്ക് കോളനീസ് സ്റ്റാർട്ടാക്കുന്നത്. ഇവരെ അറിയപ്പെടുന്ന പേരാണ് പിൽഗ്രിം ഫാദേഴ്സ്. പിന്നീട് യൂറോപ്യൻ മൈഗ്രേഷൻ തുടർന്നുകൊണ്ടേയിരുന്നു. ആദ്യം വന്ന ആൾക്കാരാണെങ്കിൽ മതപീഡനം സഹിക്കാൻ വയ്യാണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് പലായനം ചെയ്ത് നോർത്ത് അമേരിക്കയിലേക്ക് വന്നവരാണ്. പക്ഷെ പിന്നീട് വന്നവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് അവരുടെ രാജ്യത്തുള്ള ഇൻഡസ്ട്രീസിന് ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള റിസോഴ്സസും റോ മെറ്റീരിയലും തേടിയാണ് നോർത്ത് അമേരിക്കയിലേക്ക് വന്നത്. അപ്പോൾ എന്താ, ഇപ്പോൾ നോർത്ത് അമേരിക്കയിൽ ആരൊക്കെയാണ് ഉള്ളത്? റെഡ് ഇന്ത്യൻസ്, അവിടുത്തെ ശരിക്കുമുള്ള ആൾക്കാരായ റെഡ് ഇന്ത്യൻസും ഉണ്ട്. അവരെക്കാൾ കൂടുതൽ പുറത്തുനിന്ന് വന്ന, ഇംഗ്ലണ്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ റെഡ് ഇന്ത്യൻസിന് അവരുടെ സ്ഥലങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു. അവർ നോർത്ത് അമേരിക്കയുടെ ഉള്ളകങ്ങളിലോട്ട്, അതായത് ഇൻറ്റീരിയർസിലോട്ട് അവർക്ക് മാറേണ്ടി വന്നു. ഓക്കെ, അവരുടെ ആട്ടിൻ കൂട്ടങ്ങളും അവരുടെ ലാൻഡും ഒക്കെ ഈ യൂറോപ്യന്മാർ പിടിച്ചെടുത്തു. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്രിട്ടീഷ് അതായത് ഇംഗ്ലണ്ടുകാർ അമേരിക്കൻ കോളനീസിൽ വന്നതിൻ്റെ മേജറായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അമേരിക്കൻ കോളനിയിൽ നിന്ന് റോ മെറ്റീരിയൽസിനെ എടുത്ത് അവരുടെ സ്ഥലത്തേക്ക് അവരുടെ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു. പിന്നെ അവർ വേറൊരു കാര്യം കൂടെ മുന്നിൽ കണ്ടായിരുന്നു. അതായത് ഇവിടെ അമേരിക്കൻ കോളനീസിൽ നിന്ന് റോ മെറ്റീരിയൽസ് എടുത്ത് അവരുടെ രാജ്യത്ത് കൊണ്ടുപോയി പ്രോഡക്റ്റ് ആക്കി പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് വിൽക്കാനുള്ള ഒരു മാർക്കറ്റായും അവർ നോർത്ത് അമേരിക്കയെ കണ്ടു. അപ്പോൾ ഈ ഒരു പോളിസി അവരവിടെ ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ആരുടെ ഹെൽപ്പോട് കൂടി എന്നറിയോ? അമേരിക്കൻ കോളനീസിൽ ആദ്യം വന്ന, അവരുടെ രാജ്യത്ത് നിന്ന് ആദ്യം വന്ന ആൾക്കാരുടെ ഹെൽപ്പോട് കൂടിയായിരുന്നു. അപ്പോൾ ഈ പോളിസീസ് ബ്രിട്ടീഷ് മെർച്ചൻസ് നടപ്പാക്കി അമേരിക്കൻ കോളനീസിന്. അപ്പം ഇതിനെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് മെർക്കൻറ്റിലിസം എന്ന് പറയുന്നത്. അപ്പം മെർക്കൻറ്റിലിസത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് കോളനീസിൽ ചില നിയമങ്ങൾ നടപ്പിലാക്കി. ഈ നിയമങ്ങളെ അറിയപ്പെടുന്ന പേരാണ് മെർക്കൻറ്റിലിസ്റ്റ് ലോസ് എന്ന് പറയുന്നത്. ഈ മെർക്കൻറ്റിലിസ്റ്റ് ലോസും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. എന്തൊക്കെയായിരുന്നു മെർക്കൻറ്റിലിസ്റ്റ് ലോസ്? ദ ഗുഡ്സ് ടേൺ ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരീഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ ബ്രിട്ടീഷ് കോളനീസ്. അതായത് കോളനീസിലേക്കുള്ള ചരക്കുകളും കോളനീസിൽ നിന്നുള്ള ചരക്കുകളും ബ്രിട്ടീഷുകാരുടെ ഷിപ്പുകളിലോ അല്ലെങ്കിൽ അവിടെ ബ്രിട്ടൻ കോളനീസ് ഇല്ലേ, അവിടെ ഉണ്ടാക്കുന്ന ഷിപ്പിലോ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ എന്തായിരുന്നു? പ്രോഡക്ട്സ് ഓഫ് ദി കോളനീസ് ലൈക്ക് ഷുഗർ, wool, cotton, tobacco, etc. could only be exported to England. കോളനീസിലുള്ള ഷുഗർ, ഊല്, കോട്ടൺ, ടുബാക്കോ തുടങ്ങിയ കാര്യങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. അടുത്തത്, ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി affixed on all the legal documents, newspapers, pamphlets, license, etc. അവരുടെ സ്റ്റാമ്പ് എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും ലീഗലായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സിലും ലഘുലേഖകളിലും പാംഫ്ലെറ്റ്സിലും ലൈസൻസിലും ഒക്കെ അഫിക്സ് ചെയ്യണം, ഒട്ടിക്കണം എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു. അടുത്തത്, കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വെയർ മെയിൻറ്റെയിൻ ദ കോളനീസ് അമേരിക്കൻ കോളനീസ് അവിടെ ബ്രിട്ടീഷ് ട്രൂപ്പുകൾ നിൽക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള താമസ സൗകര്യവും ഫുഡും ഒക്കെ കൊടുക്കണം എന്നുള്ളതും ഒരു നിയമമായിരുന്നു. അടുത്തത്, ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ, എക്സെട്ര. അതായത് ഇമ്പോർട്ട് എന്ന് വെച്ചാൽ ഇറക്കുമതിയാണ്. അതായത് അമേരിക്കൻ കോളനീസിൽ ടീ കൊണ്ടുവരണം, ചായപ്പൊടി കൊണ്ടുവരണമെങ്കിലോ ഗ്ലാസ് കൊണ്ടുവരണമെങ്കിലോ പേപ്പർ കൊണ്ടുവരണമെങ്കിലോ വലിയ ടാക്സ് കൊടുക്കണമായിരുന്നു. ഓക്കെ,
അപ്പോൾ ഇതുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ മെർക്കന്റിലിസ്റ്റ് ലോസിൽ അവസാനം പറഞ്ഞതിൽ കണ്ടായിരുന്നോ? അതായത് ടീ, ഗ്ലാസ്, പേപ്പർ തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണമെങ്കിൽ അതിന് ഒത്തിരിയധികം നികുതി കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ പ്രതിഷേധിച്ച് കുറച്ച് റെഡ് ഇന്ത്യൻസ് ആണെങ്കിൽ 1773 ഡിസംബർ 16 ഇവരുടെ, അതായത് ബോസ്റ്റൺ ഹാർബറിലുണ്ടായിരുന്ന ഷിപ്പിലേക്ക് വന്നിട്ട് അതിൽ ഒരു 342 ചെസ്റ്റ് ഓഫ് ടീ ഉണ്ടായിരുന്നു, 342 പെട്ടി ചായപ്പൊടി ഉണ്ടായിരുന്നു. അപ്പം ടാക്സ് ചായപ്പൊടിയുടെ മേലെ അധികമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ഇവർ ബോസ്റ്റൺ കടപ്പുറത്ത് ഉണ്ടായിരുന്ന ഷിപ്പിലെ 342 പെട്ടി ചായപ്പൊടീനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പം ഈ ഒരു പ്രൊട്ടസ്റ്റ്, ഇവരുടെ ഈ ഒരു സമരം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ്. ഓക്കെ, പിന്നെ the ideologies of stimulated the people of the colonies to fight against the exploitative laws of the British. Let's summarize with those thinkers and their ideologies. അതായത് അക്കാലത്ത് ജീവിച്ചിരുന്ന ചില ചിന്തകന്മാരുണ്ടായിരുന്നു. അവരുടെ ഐഡിയാസ് സാധാരണക്കാരായ ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ സധൈര്യം പൊരുതാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രേരിപ്പിച്ചു. ജോൺ ലോക്ക്, തോമസ് പെയിൻ എന്നിവരുടെ ഐഡിയോളജീസ് അത്തരത്തിലുള്ളതായിരുന്നു. ജോൺ ലോക്ക് എന്താ പറഞ്ഞത്? എവരി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. ഓരോ വ്യക്തിക്കും എന്തുണ്ട്? അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഒരു ഗവൺമെൻറ്റിനും ആ അവകാശങ്ങളെ അടിച്ചമർത്താനോ നിരാകരിക്കാനോ കഴിയില്ല. അടുത്ത തോമസ് പെയിൻ പറഞ്ഞത്, there is something absurd in supposing a continent be perpetually governed by a foreign power. അതായത് ശരിക്കും വളരെ അനൗചിത്യകരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടിനെൻ്റ്, അതായത് നോർത്ത് അമേരിക്കനെ ഇവരിങ്ങനെ ഒരു ഫോറിൻ പവർ ഇംഗ്ലണ്ട് വന്നിങ്ങനെ ഗവേൺ ചെയ്യുന്നത് അത്ര ശരിയല്ലാത്തൊരു കാര്യമാണ്. പിന്നീട് എന്തുണ്ടായെന്നറിയോ? ഇംഗ്ലീഷ്മെൻ നോർത്ത് അമേരിക്കൻസിന് മേലെ ഇമ്പോസ് ചെയ്ത ഈ റൂൾസും ലോസും ഒക്കെ നോർത്ത് അമേരിക്കൻസിന് ശക്തമായ പ്രതിഷേധം ഉണ്ടായി വരുന്നതിന് കാരണമായി. ഈ 13 ഇംഗ്ലീഷ് കോളനീസിൽ 12 ജോർജിയ ഒഴികെയുള്ള 12 അവരുടെ ഡെലിഗേറ്റ്സ് പങ്കെടുത്ത ഒരു പ്രൊട്ടസ്റ്റ് മീറ്റിംഗ് 1774 ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നു. ഈ മീറ്റിങ്ങിൽ അവരെന്തിനെതിരെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്തത്? ഈ പോളിസീസ്, ഇംഗ്ലണ്ടിൻ്റെ പോളിസീസിനും റൂൾസിനും എഗെയിൻസ്റ്റ് ആയിരുന്നു. ഇതാണ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന വർഷം എന്ന് പറയുന്നത് 1774 ആണ്. അപ്പോൾ ഇതിനെ തുടർന്ന് കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് മീറ്റിങ്ങിനെ തുടർന്ന് അമേരിക്കൻ പീപ്പിൾ ഇംഗ്ലണ്ടിൻ്റെ കിങ്ങിന് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒരു പെറ്റീഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അവർ ഡിമാൻഡ് ചെയ്തത് ഈ ഇൻഡസ്ട്രീസിലും അതുപോലെ കൊമേഴ്സിലും ഒക്കെ ഇമ്പോസ് ചെയ്തിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള റെഗുലേഷൻസൊക്കെ മാറ്റി ആൾക്കാർ അംഗീകരിക്കാത്ത ടാക്സ് അവർക്ക് മേലെ ചുമത്തുന്നതും മാറ്റാനായിട്ട് ഒരു പെറ്റീഷൻ കൊടുത്തു. പക്ഷേ എന്തുണ്ടായെന്നറിയോ? ഈ കിങ് ഇത് കേട്ടില്ല എന്ന് മാത്രമല്ല, കേൾക്കുന്നതിന് പകരം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഫോഴ്സിനെ, ഇംഗ്ലണ്ടിൻ്റെ മിലിറ്ററി ഫോഴ്സിനെ ഈ പരാതി കൊടുത്ത അമേരിക്കൻ പീപ്പിളിനെ അടിച്ചമർത്താനും അവരെ നശിപ്പിക്കാനും വേണ്ടി അമേരിക്കയിലേക്ക് അയച്ചു. അപ്പോൾ ഇതേ സമയം അടുത്ത വർഷമായി 1775 ആയി കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ മീറ്റിങ്ങിൽ കോണ്ടിനെൻ്റൽ ആർമി ഇവരെ നേരിടാൻ വേണ്ടിയിട്ട് ജോർജ് വാഷിങ്ടണിനെ കമാൻഡർ ഇൻ ചീഫായിട്ട് സെലക്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് വളരെ പ്രസിദ്ധമായ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ 1776 ജൂലൈ 4 ഇഷ്യൂ ചെയ്തു. ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഡെവലപ്പ് ചെയ്തത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഏടാണ്. അത് പറയുന്നത് അതായത് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ സ്വതന്ത്രനാണ്. അതായത് ഒരു തരത്തിലുള്ള നമ്മുടെ മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഒരിക്കലും ആരാലും നിഷേധിക്കപ്പെടാൻ കഴിയാത്ത ചില അവകാശങ്ങളോടുകൂടിയാണ്. ആ അവകാശങ്ങൾ എന്തിനൊക്കെയുണ്ട്? ലൈഫിനുണ്ട്, ലിബർട്ടിക്കുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹാപ്പിനെസ് പെർസീവ് ചെയ്യുന്നതിനുണ്ട്.
ഗവൺമെൻറ് സിറ്റിസൺസിൻ്റെ അവകാശങ്ങൾ അവർക്ക് നേടാൻ വേണ്ടിയിട്ടുള്ളൊരു മീഡിയമാണ്. ഇൻ കേസ് ഈ ഗവൺമെൻറ് ഓട്ടോക്രാറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ പൗരന്മാരുടെ ഈ അവകാശങ്ങളെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആ ഗവൺമെൻറ്റിനെ തകർക്കാനുള്ള അവകാശമുണ്ടെന്നാണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞത്. ആരൊക്കെ അത് ഡെവലപ്പ് ചെയ്തത്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ഓക്കെ, ഈ ഒരു ഡിക്ലറേഷനോടുകൂടെ അമേരിക്കൻ കോളനീസും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധത്തിലേക്ക് കടന്നു. ഈ ഒരു യുദ്ധം അവസാനിക്കുന്നത് 1781 എപ്പോഴാണ്? 1781 പാരീസിൽ ഒരു ട്രീറ്റി ഉണ്ടായി. പാരീസ് ട്രീറ്റി നമ്മൾ വളരെ ഇതായിട്ട് കേൾക്കുന്നതാണ്. ട്രീറ്റി ഓഫ് പാരീസ് 1783 ഉണ്ടായത്. ഇതിന് അനുസരിച്ച് ഇംഗ്ലണ്ട് ഈ 13 കോളനീസിലെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അപ്പോൾ ഏത് ട്രീറ്റിക്ക് അനുസരിച്ചാണ്? പാരീസ് ഉടമ്പടിക്ക് അനുസരിച്ചാണ് ഇംഗ്ലണ്ട് 13 കോളനീസിൻ്റെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചത്. അത് 1783 അങ്ങനെ ഒരു അതിൽ സ്വാതന്ത്ര്യം അംഗീകരിച്ചല്ലോ. അപ്പോൾ ഇനി അമേരിക്കയ്ക്ക് പുതിയൊരു ഭരണഘടന ഉണ്ടായിട്ട് വരണം. അതിനു വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഫിലാഡൽഫിയയിൽ നടന്നു. ഇത് ജെയിംസ് മാഡിസണിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കൻ ഭരണഘടന ഉണ്ടായി. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി. ജോർജ് വാഷിങ്ടൺ ആണ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് ആയത്. ഓക്കെ, പുതിയ ഭരണഘടനയോടുകൂടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഫോം ചെയ്തു. ഇതാണ് അമേരിക്കൻ വേൾഡ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. പിന്നെ അതിന് ശേഷം നടന്ന അമേരിക്കയുടെ ഭരണഘടന സ്ഥാപനം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു പോർഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ പഠിക്കുന്ന ഫ്രഞ്ച് റവല്യൂഷൻ ആയാലും ശരി, ഈ പോർഷൻ ആയാലും ശരി, ഹിസ്റ്ററിയിൽ വർഷങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വർഷങ്ങൾക്കും ഓരോ ഇൻസിഡൻസും അവ നടന്ന വർഷങ്ങളും നിങ്ങൾ മനഃപ്പാഠമാക്കണം. ഇപ്പോൾ ഈ ഒരു ഈവൻ്റ് ഒരു കഥ പോലെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. വെറുതെ ഇരുന്ന് കാണാതെ പഠിക്കുന്നതിന് പകരം ഒരു കഥ പോലെ മനസ്സിലാക്കിയെടുക്കുക. നടന്ന ഈവൻറ്റ്സ് ഒരു കഥ പോലെ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വർഷങ്ങളും ഓർമ്മിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ഈവൻറ്റ്സ് എന്തൊക്കെയാണ്? ആദ്യം എന്തൊക്കെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ? മെർക്കന്റിലിസ്റ്റ് ലോ നേരത്തെ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ ലോസിനെതിരെ ഈ 13 കോളനീസും പോരാടി. പല പല കമ്മിറ്റീസ് വന്നു. ലാസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ വളരെ പ്രശസ്തമായ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് വന്നു. അതോടെ യുദ്ധമായി. പിന്നെ 1781 ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം തുടങ്ങിയ ആ ഒരു യുദ്ധം അവസാനിച്ചു. ട്രീറ്റി ഓഫ് പാരീസോടുകൂടെ ഇംഗ്ലണ്ട് ഈ 13 കോളനീസിൻ്റെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു. മേജർ ഇയേഴ്സ് ഏതൊക്കെയാണ്? 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടൺ ആസ് ചീഫ്, ആൻഡ് ദെൻ പിന്നെ 1776 ജൂലൈ 4 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. പിന്നെ വരുന്നത് 1781 ഈ ഒരു യുദ്ധത്തിൻ്റെ അവസാനം, 1783 പാരീസ് ട്രീറ്റി. ഇതാണ് ഇതിൻ്റെ ടൈം ലൈൻ എഴുതാൻ ചിലപ്പം ചോദിക്കാറുണ്ട്. ഈവൻസ്, വർഷം, അതായത് ഓരോ കാര്യങ്ങളും നടന്ന ഓർഡറിൽ മെയിനായിട്ടൊരു 5 പോയിൻറ്റ്സ് ആയിട്ട് എഴുതുക. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ എഴുതുക: 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അങ്ങനെ അത്രമാത്രം മതി ടൈം ലൈൻ ചോദിക്കുകയാണെങ്കിൽ. ട്രീറ്റി ഓഫ് പാരീസോടുകൂടി ഈ ഒരു ഇൻസിഡൻറ്റ് അവസാനിക്കും. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബൈ.